മലയാളത്തിലെ പല പ്രമുഖ ചാനലുകളും വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷന്റെ ഭാഗമായി പ്രീ പോൾ സർവേകൾ നടത്തിയിരുന്നു. ഇപ്പോൾ ന്യൂസ് മലയാളം 24x7 നടത്തിയ സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട്. LDFിനെ തുടർഭരണം പ്രവചിക്കുകയാണ് ന്യൂസ് മലയാളം പ്രീ പോൾ സർവേ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 140 സീറ്റിൽ LDF 78 മുതൽ 90 വരെ സീറ്റുകൾ നേടി ഒരിക്കൽ കൂടി ഭരണ തുടർച്ച സ്വന്തമാക്കുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത്. UDFിന് 50 മുതൽ 62 വരെ സീറ്റും NDAക്ക് 0 മുതൽ 5 വരെ സീറ്റുമാണ് ന്യൂസ് മലയാളം പ്രീ പോൾ സർവേ പ്രവചിക്കുന്നത്. LDFിന് 43.2% മുതൽ 45.8% വരെ വോട്ട് വിഹിതം ലഭിക്കും. UDFിന് 40% മുതൽ 42.2% പറയുന്നത്. NDAക്ക് പരമാവധി 14% വരെ വോട്ട് വിഹിതവും ലഭിക്കും. സംസ്ഥാനത്തിന്റെ വടക്കൻ മേഖലയിലും തെക്കൻ മേഖലയിലും വോട്ട് ഷെയർ കൂടുതലും LDFിനായിരിക്കും. മധ്യമേഖലയിൽ എന്നാൽ UDFിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ലഭിക്കുന്നത്. കഴിഞ്ഞ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലാണ് അന്തിമ സർവേ ഫലത്തിന്റെ ഈ കണക്കെടുപ്പുകൾ നടന്നത്. കേരളത്തിലെ 14 ജില്ലകളിലെയും ജനസംഖ്യ അനുപാതം പാലിച്ചുകൊണ്ടാണ് ഇതിനായി സാമ്പിൾ ശേഖരിച്ചതെന്ന് ന്യൂസ് മലയാളം അവകാശപ്പെടുന്നുണ്ട്. ഈ സാമ്പിളുകളിൽ 48.94% ആണുങ്ങളും 51.01% പെണ്ണുങ്ങളും ആണുള്ളത്. 0.05% ട്രാൻസ്ജെൻഡർ വിഭാഗവും ഇതിൽ പങ്കെടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ പ്രകടനം വോട്ടിങ്ങിനെ സ്വാധീനിക്കും എന്ന് അഭിപ്രായപ്പെട്ടത് 37.7% പേരാണ്. രാഷ്ട്രീയ നിലപാടുകൾ സ്വാധീനിക്കും എന്ന് 22.3% പേർ അഭിപ്രായപ്പെട്ടു. സർവേയിൽ പങ്കെടുത്തവരിൽ 65.8% പേരും വ്യക്തമായ രാഷ്ട്രീയ ആഭിമുഖ്യം ഉള്ളവരല്ല. 34.2% പേർ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള ആളുകളാണ് എന്നും പറയുന്നു. പ്രധാനമായും ഇടതുമുന്നണിക്ക് മുൻതൂക്കം കൊടുക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന് പവർ കട്ട് ഇല്ലാത്ത 10 വർഷങ്ങൾ എന്നതാണ്. അഴിമതിയില്ലാത്ത, വർഗീയ കലാപങ്ങൾ ഇല്ലാത്ത 10 വർഷങ്ങൾ, പൊതുമേഖലാ വ്യവസായങ്ങൾ അടച്ചു പൂട്ടാത്ത 10 വർഷങ്ങൾ, ട്രഷറി അടച്ചിടാത്ത, ക്ഷേമ പെൻഷൻ മുടങ്ങാത്ത 10 വർഷങ്ങൾ, റേഷൻ മുടങ്ങാത്ത, സർക്കാർ സ്കൂളുകൾ അടച്ചു പൂട്ടാത്ത 10 വർഷങ്ങൾ, സ്കൂളുകളിൽ പാഠപുസ്തകങ്ങൾ മുടങ്ങാതെ വന്ന 10 വർഷങ്ങൾ, കൂടാതെ മികച്ച റോഡുകൾ, സ്കൂളുകൾക്ക് അന്തർദേശീയ നിലവാരമുള്ള കെട്ടിടങ്ങൾ, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, വാട്ടർ മെട്രോ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ പൂർത്തിയാക്കി. ജനസംഖ്യയുടെ 30% വരുന്ന 60 ലക്ഷത്തിൽ അധികം ആളുകൾക്ക് വീടുകളിൽ പെൻഷൻ എത്തിച്ചു നൽകുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ഓഖിയിലും പ്രളയത്തിലും കൊറോണയിലും നിപ്പയിലും പിന്നീടുണ്ടായ ഉരുൾപൊട്ടലുകളിലുമെല്ലാം ജനങ്ങൾക്കൊപ്പം നിന്ന ഒരു സർക്കാരിനെ കേരളം തള്ളിക്കളയില്ല എന്നതിന്റെ തെളിവാണ് ഈ സർവേ. കേരളത്തിൽ നിന്നും കോൺഗ്രസിന്റെയും കേന്ദ്രത്തിൽ നിന്നും BJPയുടെയും നിരന്തരമായുള്ള സമ്മർദ്ദങ്ങളെയും എതിർപ്പുകളെയും അതിജീവിച്ച ഇടത് സർക്കാരിന് വാനോളം പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ് ഈ സർവേ. ഇത്തരം എല്ലാ സർവേകൾക്കും അപ്പുറം വോട്ടർമാർ ഏപ്രിൽ 9 യഥാർത്ഥ വിധി തീരുമാനിക്കും. എങ്കിലും സമീപകാല തെരഞ്ഞെടുപ്പ് സർവേകൾ വിശദമായി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. കേരള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത 10 വർഷം ഒരു സർക്കാർ തുടർഭരണം നടത്തി മൂന്നാമതും ജനവിധി തേടാനിറങ്ങുമ്പോഴും ശക്തമായ ഭരണവിരുദ്ധ വികാരമൊന്നും തന്നെ ഇവിടെ അലയടിക്കുന്നില്ല. അതായത് ഓരോ 5 വർഷം കഴിയുമ്പോഴും സർക്കാരുകളെ മാറ്റി പരീക്ഷിച്ചിരുന്ന കേരള ജനത 2 ടേം പൂർത്തിയാക്കിയ ഒരു മുന്നണിയെ തന്നെ വീണ്ടും തെരഞ്ഞെടുക്കുന്നതിൽ എതിർപ്പ് കാണിക്കുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. കുറച്ചുകൂടി ആഴത്തിൽ ഈ സർവേകളെല്ലാം ഇഴകേറി പരിശോധിച്ചാൽ LDFിന്റെ തുടർ ഭരണത്തിനാണ് കേരളത്തിലെ വോട്ടർമാർ മുൻഗണന നൽകുന്നത് എന്നും മനസ്സിലാക്കാം.